രാഹുൽ മാങ്കൂട്ടം പുതിയ ഒരു ചാറ്റ് പുറത്ത് വന്നിരിക്കുന്നത്. കേരളം കത്തുവോ അതോ അണയുവോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മുടെ ജസ്ല മടശ്ശേരിയോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഞാൻ പുള്ളിയുടെ ഹിസ്റ്ററി ഒന്നും ചെയ്യാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ 2017 രാഹുലിന്റെ കോഴിത്തരം, ആഹാ അന്തസ്. പ്രത്യേകിച്ച് എന്താ പറയാ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് രാഹുലിനോട് എന്താ പറയണ്ടേ, സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി കളിയാക്കാനോ കുറ്റം പറയാനോ ഒന്നും വന്നൊന്നും അല്ല കേട്ടോ. ഈ മെസ്സേജ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. നാടോടി അപ്പൊ സ്റ്റിക്കർ ഇടുന്നു ഇങ്ങനെ. പിന്നെന്താ, ഞാൻ രാഹുൽ, പത്തനംതിട്ടയിലെ ഒരു ASU പ്രവർത്തകനാണ്. നെക്സ്റ്റ് ടു മീറ്റ് യു, സെയിം ഹിയർ. എന്താ റിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി, വാട്ട്? പിന്നെ അപ്പൊ ഇവരുടെ പരിചയക്കാരോ ഉള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. എന്തോ ഭയങ്കര കോഴിത്തരമാണ് കേട്ടോ, കാട്ടുകോഴി. എന്താ ചാറ്റാണ്, നാടോടി, KSU പ്രവർത്തകൻ, റിക്ക് പറഞ്ഞു. ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയിരുന്നു. അതെന്തോ പോസ്റ്റാ? ഇറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ മാർച്ച് 27, 2017 ചാറ്റ്. എന്തൊരു ഏറാണ്, അതെന്താ എന്തൊരു ഏറ്? നോട്ടത്തിന്റെ ആണോ? എനിക്ക് തോന്നി അവരുടെ സമരത്തിന് പോയി വല്ല ഏറും എല്ലാം കണ്ട എന്തോ. ഞാനൊരു കാര്യം തുറന്ന് പറയാം, ഈ പോസ്റ്റ് കണ്ടിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ളൂ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാഹുലിന്റെ ഒരു ചിരി, നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ, വഴക്കാളി, ഇതൊരു കോഴിത്തരമാണോ? അങ്ങനൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നോ, ഞാനിവിടെ എന്റെ കൂട്ടുകാരികളും അങ്ങനെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്നതും പിന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതൊക്കെ എന്തൊക്കെയാ അല്ല ഇതേ ചിരി. പിന്നെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലവിന്റെ സിമ്പിൾ ഇട്ടാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വരും ഈശ്വര. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇത്ര വലിയ കുറ്റമാണ്? പുള്ളിയുടെ പേരും 2-3 കേസും കാര്യങ്ങളൊക്കെ വന്നാൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അത് എല്ലാവർക്കും അറിയാം. 3-5 കേസും കാര്യങ്ങളൊക്കെ വന്ന് വിഷയങ്ങൾ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ച് ഒരു മനുഷ്യനെ ഇത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആലോചിക്കും, ഒളിറ്റാൾക്കൊക്കെ വേറെ പണിയില്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിട്. നിങ്ങൾ തന്നെ പറ. എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൺ അങ്ങോട്ട് ഇച്ചിരി ഡോസ് കൂടിയ ഐറ്റങ്ങൾ അങ്ങോട്ട് വിടുവാണെങ്കിൽ, അതായത് ഇച്ചിരി വൾഗറായിട്ടുള്ള രീതി വരുവാണെങ്കിൽ അവിടെ ഒരു പെണ്ണിന്റെ സമ്മതത്തോടായിരിക്കും. അല്ലാതെ വരുന്നവന്മാരുണ്ട്, ചില ഫേക്ക് ID കൂടെ ഉള്ളവന്മാർ, അല്ലാതെ തോന്നിയ ദിവസം സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഭൂരിഭാഗം ആൾക്കാർ ഈ പെണ്ണ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പോകത്തുള്ളൂ. ഓക്കെ, ഞാനിവിടെ പറയാൻ വന്ന കാര്യം, ഈ ഒരു ചാറ്റ് എടുത്തിട്ട് ഇത്ര മാത്രം വലിയ ഇതാക്കാൻ മാത്രം ഉണ്ടോ അവിടെ? കുറേയൊക്കെ ചാറ്റ് ഡിലീറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറേയൊക്കെ ചാറ്റ് നല്ല രീതിയിലാണ് ഇത് കാണുന്നവർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വിലയല്ലേ പോകുന്നത്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് നോക്കി, നിങ്ങളുടെ വിലയല്ലേ പോകുന്നത്? നിങ്ങൾ അതൊന്ന് ചിന്തിക്കും, ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ വിലയല്ലേ പോകുന്നത്? കുറെ നാളായിട്ട് ചേച്ചി, ഞാൻ നോക്കി അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ രാഹുലിന്റെ 1-2 വിഷയങ്ങളിലൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവര്. 22 ആഴ്ച മുമ്പുള്ള പോസ്റ്റും കാര്യങ്ങൾ. അപ്പോഴൊന്നും നിങ്ങൾ ഈ ചാറ്റൊന്നും പുറത്തു വിട്ടില്ലല്ലോ. ഇപ്പോഴെന്ത് പറ്റി? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഭയങ്കര ചിരി വരുവാണ് കേട്ടോ, ഭയങ്കര ചിരി വരുവാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സാമാന്യ ബോധമൊന്നുമില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക്. ഈ ഒരു ചിരിയും ഇതൊക്കെ വെച്ച് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യരും ഈ ലോകത്ത് ഒരാളും അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് അല്ലല്ലോ. ആരും പെർഫെക്റ്റ് അല്ല അങ്ങനെയാണെങ്കിൽ. ഞങ്ങളൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുത്തിപ്പൊക്കേണ്ടവരൊക്കെ കുത്തിപ്പൊക്ക്, വേറെ കേസ് കിട്ടും. ഇനി നമുക്ക് തന്നെ ചേച്ചി ഷഹനാസ് ചേച്ചിയുടെ പ്രസംഗത്തിലോട്ട് വരാം. ഇന്നലെ എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ആദ്യം ഷഹനാസ് ഇന്റർവ്യൂ കൊടുത്തത് കൈരളി ചാനലായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഷഹനാസിന് എന്താ കൈരളി മാത്രമേ കിട്ടിയുള്ളൂ? ഒരു കോൺഗ്രസ്സുകാർക്ക് കൈരളി ചാനൽ ഇന്റർവ്യൂ കൊടുക്കാൻ കിട്ടിയുള്ളൂ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം രാഹുലിന്റെ വിഷയമാകുമ്പം കൈരളിക്കാർക്ക് ഇച്ചിരി ഇത് കൂടുതലാണല്ലോ. ഞാൻ പറയാതെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെ വന്നിട്ട് ഷഹനാസ് പൊളിച്ചടുക്കുന്ന ഇവരെ മറ്റേത് മറിച്ച് എന്തൊക്കെയോ എനിക്കാണെങ്കിൽ ചിരി വരുമോ? എന്റെ ഷഹനാസെ, നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് കണ്ട് പെരുമാറി, അല്ലെങ്കിൽ അവിടെ ഇതെടുക്കണം, ഇവിടെ ഇതെടുക്കണം, അല്ലെങ്കിൽ മറ്റേ എടുക്കണം, മറിച്ചെടുക്കണം, ചുമ്മാ ഒരാൾ വന്നിട്ട് ഇതുപോലൊക്കെ സംസാരിക്കൂ? അത് ഞാനും ആലോചിച്ച് നോക്കുന്നത്. എനിക്കറിയാൻ മേലെ ഉള്ള കാര്യം പറയാം. അതേ ഷഹനാസ് തന്നെ ഈ യുവതികൾക്കൊക്കെ എതിരെ പരാതി കൊടുക്കണം, അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഉപദേശങ്ങളും കൊടുത്ത് അവർ ചില സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്തിട്ടുള്ളതാണ്. പാർട്ടി പരിപാടിക്കൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെടുത്ത് നമ്മൾ സഹകരിക്കുമോ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ ഒരു പ്രസംഗം കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ വന്നിട്ട് ഒരു നേതാവ് ഇരുന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ആ വ്യക്തിനെ വിലയിരുത്തും. പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുലിന്റെ വിഷയത്തിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് രാഹുലിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ജനങ്ങൾ. കൂടുതൽ ഷഹനാസ് ഒക്കെ നാളെ ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ പഞ്ചായത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, അല്ല ഇവിടെ കിട്ടാനാ.
അവിടെ പോലെ നിന്നാൽ 10 തൊട്ട് കിട്ടുമെന്ന് തോന്നില്ല, വീട്ടിലോട്ട് കിട്ടുമെന്ന് ഡൗട്ടാണ്. എന്തായാലും ചേച്ചിയുടെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടിട്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. സബ് ആരും ചെയ്യുന്നില്ല രാഹുലിന്റെ വിഷയത്തിൽ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമന്റും കൂടെ കൊടുക്കുക. രാഹുൽ ഇലക്ഷന് നിൽക്കണം എന്ന ആഗ്രഹമുള്ളവരൊന്ന് ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇന്നലത്തെ രാഹുലിന്റെ ഒരു പ്രസംഗം കേട്ടപ്പം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂ രാഹുൽ പറഞ്ഞൊരു കാര്യം, പിന്നെ എന്നോടൊരു ചേച്ചി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞൊരു കാര്യം കൂടെ കണക്ട് ചെയ്തപ്പം തോന്നിയൊരു കാര്യം. രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിനകത്ത്, കോൺഗ്രസ് മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ എത്ര നാൾ വേണമെങ്കിലും പുറത്ത് മാറി നിൽക്കാം, എനിക്ക് ആ ഒരു പാർട്ടി വിട്ടു പോകാൻ പറ്റില്ല. അതേ ഒരു കാര്യം തന്നെ ആ ചേച്ചി പറയാൻ ചെയ്തത്. രാഹുൽ ഇത്ര ആത്മാർത്ഥയോടെ പറയുവാണെങ്കിൽ രാഹുൽ ചിലപ്പോൾ മത്സരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ്. കോൺഗ്രസിനോട് അത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം മത്സരിക്കത്തില്ല. കാരണം രാഹുലിന്റെ ആ ഇന്റർവ്യൂവിന് അത് രാഹുൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, കേരളം ഇപ്പോൾ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഒരു വലിയൊരു ലക്ഷ്യം. കാരണം വെച്ചാൽ 2026 കോൺഗ്രസ് കേരളത്തിൽ ഭരണം വരുന്നത് കാത്ത് ഏറ്റവും കൂടുതൽ കണ്ണിൽ എന്നെ വിളിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തി അത് വേറെ ആരുമില്ല, അത് രാഹുൽ മാങ്കൂട്ടമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അധികാരത്തിനും ഇതിനൊക്കെ മോഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ സ്വതന്ത്രനായിട്ട് നിൽക്കാം. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ചേച്ചി പറഞ്ഞതും രാഹുലിന്റെ സംസാരമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ രാഹുൽ ചിലപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ എൻ്റെ ആഗ്രഹം മത്സരിക്കണമെന്ന് തന്നെയാണ്, എൻ്റെ ആഗ്രഹമാണ്. പാർട്ടിയുടെ ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ മാറി നിൽക്കുമായിരിക്കും. അപ്പം ആഗ്രഹിക്കുന്നവർ, ഞാൻ അതാ പറയുന്നത്, രാഹുൽ ഇന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യുക. അതായത് നമുക്ക് ഷഹനാസിന്റെ കുറച്ച് കേട്ടിട്ട് വരാം. രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞാൽ കുറെ ദിവസങ്ങൾ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത ചോദ്യമായിട്ട് ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഒരാളാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു സമയം എടുക്കാതെ എനിക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ റെഡിയാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡകനായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി ഇവിടെ ഒരു ചാനൽ, അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവരെ ഇന്റർവ്യൂ ചെയ്ത ഹാഷ്മി, ഇന്നലെ ആ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിന്റെ ഇടയിലാണ് ഞാനത് കേട്ടത്. അപ്പോൾ അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് അത് ചേച്ചിയുടെ മുന്നിൽ ഇരിപ്പുണ്ട് 24 ഇറങ്ങണ്ടാണ് ആ ചാനൽ അല്ലേ. അതല്ല മൈക്ക്, ഓരോ മൈക്ക് ഇരുന്ന് നോക്കിയാൽ മതി ഏതൊക്കെ പേരുകളുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. നടി എന്തായാലും പൊട്ടിയിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണൽ ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇതാ ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത്. അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാ മെസ്സേജും സീനാക്കിയിട്ടുണ്ട് ബ്ലൂടിക്കില്. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ്. അതിലൊന്ന്, എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് പോകണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അത് ഒരു വ്യക്തി നമ്മളോട് പറയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും, ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം ചേച്ചിക്ക് അറിയാം മഹിളാ കോൺഗ്രസിലെ കുറെ യുവതികൾക്ക് ഈ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ചേച്ചി ഉദ്ദേശിച്ചു വരുന്നത്. അപ്പം അതിലെ ഹേമ കമ്മിറ്റി പോലെ ഒരു എന്താ പറയണ്ടേ, രാഹുലിന്റെ ഫോണും ഒക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ ഒരുപാട് കോൺഗ്രസിലെ പെൺപിള്ളേർക്ക് അപ്പം ഒരുപാട് പേര് കാണുമല്ലോ. അപ്പം സ്വന്തം പാർട്ടിയിലെ, അതായത് കോൺഗ്രസിലെ, ഷഹനാസ് കോൺഗ്രസിലെ ഏതോ ഗുണാണ്ടറും ഒക്കെയാണ്.
അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു അവസ്ഥ വന്നെന്നാണ് ചേച്ചി പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ട് അവൾമാരുടെ പേര് പറയുന്നില്ല? എന്തുകൊണ്ട് അവൾമാരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് മുന്നിട്ട് ഇറങ്ങുന്നില്ല? അപ്പം ഷഹനാസ് പറഞ്ഞു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ. അപ്പൊ എന്തുകൊണ്ട് ഷഹനാസ്, കോൺഗ്രസ് നേതാവായ ഷഹനാസിനോട് ഞാനൊരു കാര്യം ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഷഹനാസ് ഇറങ്ങുന്നില്ല? ആ പെൺകുട്ടികൾക്ക് വേണ്ടി ഇറങ്ങുന്നില്ല? ഇതുപോലുള്ള ഒരു രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പറഞ്ഞൊരു കാര്യമാണ്, അതിന് ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ഒരാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിൽക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് നിൽക്കുന്നില്ല ഷഹനാസ്? അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും ഷഹനാസിന്റെ സ്റ്റാൻഡ് എന്താണെന്ന്. സ്വന്തം കാര്യം സിന്ദാബ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഷഹനാസിനെ കുറിച്ച് രാഹുൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഷഹനാസ് അങ്ങ് പൊള്ളിപ്പോയത്. കൂടുള്ള പെണ്ണുങ്ങളുടെ മാനം പോയാലും അത് പോയാലും ഒന്നും വിഷയമായിട്ടുള്ള കാര്യങ്ങളല്ല. ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം അങ്ങനെ എന്തെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ രംഗത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ സത്യം തെളിയിക്കാൻ നോക്കുക വേണ്ടതല്ല. ചുമ്മാ വന്നിട്ട് അവൻ ഇവൻ മറ്റേത് കോഴി മറിച്ചതെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ വിലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിലോട്ട്. നിങ്ങൾ നാളെ ഒരു വീട്ടിൽ ഇലക്ഷന് ചെല്ലുമ്പോൾ, ഒരു വോട്ട് മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തൊഴുതുകൊണ്ടല്ലേ പോകുന്നത്? അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, മറ്റേയാണ്, കാട്ടുകോഴിയാണ്, ഈ രീതിയിലെ സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കുമോ? എത്ര കൊള്ളാരാത്ത രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം ഷഹനാസ്. ആദ്യം ഷഹനാസിന് അത് പറ്റുന്നില്ല. എന്റെ സംസാരമൊക്കെ കേട്ട സത്യം പറഞ്ഞ് ഷഹനാസിനോട് പറയുന്ന പോലൊക്കെ തന്നെ എന്തായാലും കാണാതിരിക്കത്തില്ല. കുറച്ച് ഉളുപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ അവർ എന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം.എ. ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം, ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാള് തന്നെയാണ് എം.എ. ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്നു തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല. രണ്ടാമത്, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ, ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ ഏത് മേഖലയാണ് ഞാൻ പറയേണ്ടത്? ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ചു വരുന്ന എത്ര കോഴികളുണ്ട്. എല്ലാവർക്കും എതിരെ നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ? കൊടുത്ത കേസുകൾക്ക് എന്താണ് നീതി കിട്ടുന്നത്? ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ്. പാർട്ടിക്ക് അകത്ത് പോലും പരാതി നൽകാത്ത ആളാണെങ്കിൽ അത് നിന്റെ കഴിവുകേട്, അത്രേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും കേസിലാണെങ്കിൽ പോലും ഒരു തെളിവും കാര്യങ്ങളും ഇല്ല. ഇവിടെ മീഡിയ സംസാരിച്ച പകുതി കാര്യം പോലും ഇവിടെ കോടതിയിലില്ല. ഇവിടെ നമ്മുടെ ഇടയിലാണ് ഈ ചർച്ചകൾ മൊത്തം. ഈ പറഞ്ഞ ന്യൂസിൽ വരുന്ന പകുതി മുക്കാൽ കാര്യങ്ങളും കള്ളങ്ങളാണ്. അതിപ്പോ കോടതി പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോഴും കിടന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പെൺപിള്ളാർ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് സമ്മതമില്ലാതുള്ള രീതി പിടിച്ചിട്ട് അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും പരസ്പര സമ്മതത്തോടെ. അത് മൂന്നാമത്തെ കേസ് കേട്ടിട്ട് അദ്ദേഹം സമ്മതിക്കുന്നും കൊണ്ടുണ്ട്. ബാക്കിയുള്ള കേസ് കേട്ടിലാണെങ്കിൽ തെളിവ് പോലും ഇല്ല. രണ്ടാമത്തെ കേസ് കേട്ടി കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട്. ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് കേട്ടിലാണെങ്കിൽ ഏത് റൂം നിങ്ങൾ ഇത്ര ഒന്നും വേണ്ട. മൂന്നാമത്തെ കേസ് കേട്ടില്ല ഈ പറയുന്ന ഹോട്ടലിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. എന്തുകൊണ്ട് രണ്ടാമത്തെ കേസ് ചെയ്തില്ല? അങ്ങനെ റൂം എടുത്തെങ്കിലല്ലേ, അങ്ങനെ ഒരു ഹോട്ടൽ മുറി എടുത്തെങ്കിലല്ലേ? ഇല്ല. പിന്നെ ഹോം സ്റ്റേ ആണെന്ന് പറയുന്നു. എവിടെ? കുറെ കാര്യങ്ങളുണ്ട്. ആ കുറെ കാര്യത്തിലൊക്കെ ഈ വളച്ചൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാർ ഇവക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവക്ക് കോൺഗ്രസിലെ നേതാക്കന്മാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ രാഹുൽ വരാതിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ എണ്ണം. കഷ്ടം. രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവന്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവന്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു സെൽഫി പോലും എന്റേതില്ല. അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എന്റെ സുഹൃത്തായിരുന്നു, ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന്. ഒരു സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറയട്ടെ, ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ, എന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു.
എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവുള്ള നാട് നമ്മുടെ കേരളമാണ്. അതും പറയുന്നത് ഒരു MLA-ക്കെതിരെയാണ്. ആ MLA-ക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോ ഒരു ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. രണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിൽ ഇടയിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന പോയിട്ട് അവരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത്, നീ ഒരു വിവാഹം കഴിച്ച ആളാണ്, നിന്നെ എനിക്ക് വീണ്ടും, ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു യുവ MLA ആണല്ലോ, അപ്പൊ ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എന്റെ വീട്ടുകാരും എന്റെ അമ്മയും ഒക്കെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ആ പറഞ്ഞ രണ്ടാമത്തെ കേസിന്റെ കാര്യമാണ്. അവര് തമ്മിൽ വേറെ പിരിഞ്ഞിട്ടുണ്ടോ? ഡിവോഴ്സിന്റെ വല്ല ഇത് കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൊടുത്തില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് ഓക്കെ, ഒരു ഭർത്താവിനെ ഒരു വെച്ചിട്ട് വേറൊരുത്തിനോടെ പോകുമ്പോ അവളെ എന്താ അവിടെ ആരും ഒന്നും പറയാത്തത്? നല്ല പിള്ളയാണോ? ചേടാ, ഒരുത്തനെ വെച്ച് അവൻ എന്താ പറയുക ചെലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കണ്ടവന്റെ കൂടെ കിടന്ന് അവളെ ആരും എന്താ പറയാത്തെ? ചുമ്മാ കിടന്നിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കാതെ. ഇപ്പൊ വന്നിട്ട് ചേച്ചിയുടെ കുറെ എന്താ പറയട്ടെ, രാഹുലിനെതിരെ അങ്ങ് സംസാരിച്ചങ്ങ് മാസാണെന്നാ വിചാരം. സത്യം പറയല, ഷഹനാസിന് കുഴി തോണ്ടിയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രഗ്നന്റ് ആവേണ്ടതുണ്ട് എന്നിലൂടെ എന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആക്കുക, എന്നിട്ട് ഗർഭചിത്രം ചെയ്യുക. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഫാർമസിയുടെ ഭാഗമായിട്ട് മെഡിസിൻ ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അത്തരം മെഡിസിൻ ഇതുപോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഗർഭചിത്രം ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു പീഡകനെയാണ് നിങ്ങൾ ഇന്നലെ മുഴുവൻ കേട്ടത്. അവര് എന്തെങ്കിലും, അവൻ കഴിഞ്ഞ ദിവസം മുഴുവൻ ഇന്നലെ ഒരു വോയിസ്, ഒരു എഡിറ്റിംഗും ഇല്ലാതെ ഒരു വോയിസ് പുറത്തു വന്നു. ഒരു ഇവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA-യുടെ ഭാഷ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നെ നീ തെറി വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര മോശമായിട്ടാണ് ആ MLA ആ സ്ത്രീയെ തെറി. എന്റെ പൊന്നോ, നിങ്ങളുടെ ഭാഷ നല്ലതാണോ? ഇപ്പൊ സംസാരിക്കുന്ന നിങ്ങളുടെ ഭാഷ നല്ലതാണോ? ആദ്യം നിങ്ങൾ സ്വയം നന്നാകുക. പിന്നെ ആ പെൺകുട്ടി ആ കോളി വിളിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഞാനിത് പുറത്തൊന്നും വിടത്തില്ല, ഞാൻ അങ്ങനെയാണ് മറ്റാണ് മാടാന്ന് പറഞ്ഞിട്ട് അവളത് പുറത്ത് വിട്ടതോ? കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, എന്ത് ചെയ്യാൻ എനിക്കറിയാം എല്ലാം. രാഹുൽ അതും കാര്യത്തോടാണ് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് അയാൾ തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാണ് അദ്ദേഹം അന്ന് കയറി വിളിച്ചതെന്നാണ് നമുക്കത് കേൾക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്റെ പൊന്നു ചേച്ചി, അത് അവളെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്ത്, പിന്നെ അവളെ കൂട്ടുകാരോട് പറയത്തില്ല, തന്റെ ഇമേജ് കളയത്തില്ല, അങ്ങനെയാണ് മറ്റാണ് മാടയാണെന്നൊക്കെ കുറെ ഡയലോഗ് അടിച്ചു. ചേച്ചിയുടെ ഇന്നലത്തെ പ്രസംഗമൊക്കെ കണ്ട വലിയ മാസമാണെന്നാണ് വിചാരിച്ചത്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. രാഹുൽ ഇനി വന്നിട്ട് ചേച്ചിക്കുള്ള മറുപടി തരുമ്പോൾ ചേച്ചി കുറച്ചും ഇതായിക്കോളും. അങ്ങേര് വല്ലതും സ്ക്രീൻഷോട്ട് വല്ലതും പുറത്ത് വിട്ടാൽ പണി കിട്ടുന്നു നല്ല രീതിയിൽ അറിയാം. പക്ഷെ ആണുങ്ങൾ അങ്ങനെ വിടത്തില്ല, അത് വേറെ വകുപ്പ് കേസാക്കും. അതാണ് സത്യം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.